ഓൺലി എന്നുള്ള കാര്യത്തിലേക്ക് താങ്കൾ പോകുന്നു. അലിഗേഷൻസ് മാത്രം എന്ന് പറയുമ്പോൾ റിപ്പോർട്ടിനെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണല്ലോ പറയുന്നത്. അയ്യോ, ഒരിക്കലുമല്ല. ശ്രീ മഞ്ജുഷ് മാഡം പറഞ്ഞതിന്റെ മാഡത്തിന്റെ സ്പിരിറ്റിനോടും പോരാട്ട സ്പിരിറ്റിനോടും യോജിക്കുന്നു. പക്ഷെ നിയമത്തിന്റെ വശം കൂടെ വെച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പം ശ്രീ വിജയബാബുവിനെതിരെ വന്നത് ഒരു എവിഡൻസ് അല്ല, അലിഗേഷൻ ആണ്. ഇപ്പൊ രാഹുൽ ഈശ്വറിനെതിരെ വന്നു, അല്ലെങ്കിൽ ശ്രീ മഞ്ജുഷിനെതിരെ വന്നു, നമുക്കെതിരെ ഒരു അലിഗേഷൻ വരുന്നു. ഈ അലിഗേഷൻ ശരിയാണോ, റൈറ്റ് അലിഗേഷൻ ആണോ, ട്രൂ ആണോ എന്ന് കോടതി തീരുമാനിക്കുകയും അതിനുശേഷമാണ് കുറ്റക്കാരനെന്ന് വിധിക്കുന്നത്. അപ്പൊ എവിഡൻസ് എന്ന് പറഞ്ഞാൽ തെളിവെന്നാണ് അർത്ഥം. എവിഡൻസ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ രീതിയിൽ ഒരു തെളിവുണ്ടെന്നും ഒരാളെ കുറ്റക്കാരനാക്കാനും കഴിയും. അപ്പൊ ഇത് എവിഡൻസ് അല്ല, അലിഗേഷൻ എന്ന കറക്റ്റ് വാക്കാണ്. ആരോപണം എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഒന്ന്. രണ്ട്, നമ്മൾ ഈ സമാനമായ സംഭവങ്ങൾ മുമ്പ് കണ്ടപ്പോഴും ഇതേ രീതിയിൽ വിജയബാബുവിനെതിരെയും മുഹമ്മദ് ലുലുവിനെതിരെയും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ മറക്കരുത്. അവസാനം കോടതി എന്താ അവരുടെ കാര്യത്തിൽ സമീപനം എടുത്തതെന്ന് നമ്മൾ മറക്കരുത്. അവിടെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തന്നെ അവർ പല ആളുകളിൽ നിന്ന് മൊഴിയെടുത്തിട്ടാണ്. താങ്കൾ പറയുന്നതെല്ലാം വൺ സൈഡഡ് ഭാഗം മാത്രം കേട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ്. അങ്ങനെ ഒരു സന്ദേശം താങ്കൾ പൊതുസമൂഹത്തിലേക്ക് നൽകുകയാണ്. അല്ല, തീർച്ചയായും മൊഴി എടുത്തുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മൊഴി എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനെ തെളിവെന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എന്റെ പരിമിതമായ നിയമപരിജ്ഞാനത്തിൽ അറിയില്ല. മിനി മാഡത്തിന് എന്നെ കറക്റ്റ് ചെയ്യാം. ഞാൻ മാഡത്തിന്റെ എക്സ്പീരിയൻസ് മുമ്പിൽ അഡ്വക്കേറ്റ് എന്ന് പറയാൻ പോലും കൊള്ളാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് മാഡത്തിന് കറക്റ്റ് ചെയ്യാം. പക്ഷേ എവിഡൻസ്, തെളിവ് തുടങ്ങിയ വാക്കുകളല്ല. അലിഗേഷൻ അല്ലെങ്കിൽ കംപ്ലൈൻസ്. ഈ എലിഗേഷൻ എന്ന വാക്ക് കുറവാണെങ്കിൽ കംപ്ലൈൻസ് ആണ് നമുക്ക് അവിടെ കൊടുത്തത്. അപ്പൊ മൊഴി എന്ന് പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഏക കാര്യം ഇതേ ഉള്ളൂ. ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ തർക്കിച്ച് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ പാർട്ട്, അതിന്റെ ഒരു ഓപ്പറേഷൻസ്, ആക്ഷൻ ടേക്കൺ, ഇത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുവരണം. ഹെൽപ്പ് ലൈനുകൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏതെങ്കിലും ഇന്റേണൽ മെക്കാനിസംസ് കൊണ്ടുവരണം. കൂടുതൽ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടാകണം, നിയമം ഉണ്ടാകണം. ഇതൊക്കെ എല്ലാവരും അഗ്രി ചെയ്യുന്നതാണ് കാര്യം. പലപ്പോഴും കാസ്റ്റിംഗ് കൗച്ചേഴ്സ്, എക്സ്പ്ലോയിറ്റേഷൻ ഇതൊക്കെ ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയുകയും ചെയ്യാം. പക്ഷേ ഇത് പുരുഷനെതിരെ കാടടച്ച് വെടിവെക്കുന്ന ഒരു സംവിധാനമായി മാറരുത്. സ്ത്രീകളെ സംരക്ഷിക്കുമ്പോൾ പുരുഷനെ പണിഷ് ചെയ്തിട്ടാവരുത്. നമ്മുടെ നിയമങ്ങൾ സ്ത്രീപക്ഷമാകണം, തർക്കമില്ല. പക്ഷേ ഇത് പുരുഷ വിരോധമാകരുത്, അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായി തന്നെ വ്യാഖ്യാനിക്കണം. പക്ഷേ ഇത് പുരുഷന് വിരുദ്ധമാകുമ്പോൾ ഒരു പുരുഷനും ഒരു കുടുംബവുമാണ് ഇവിടെ ഇല്ലാതെ, അവരുടെ ഫാമിലിയാണ് ഇല്ലാതെ, പുരുഷന് മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ കൈകാലിട്ടിട്ട് നീ നീന്തി പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ അലിഗേഷൻസ്, കംപ്ലൈൻസ്, അലിഗേഷൻസ് അല്ല കംപ്ലൈൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ പ്രാധാന്യത്തോടെ എടുക്കണം, വേണ്ടെന്നല്ല. അതിന്റെ മേലിൽ കൺക്ലൂഷനും സൊല്യൂഷനുമാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മാത്രം അഭ്യർത്ഥന. ശരി ശ്രീ